ചരിത്രത്തിലെ ഏറ്റവും വലിയ ടീമുമായി ലോകകപ്പിനെത്തിയ പോർച്ചുഗലിന് ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ലോക കിരീടത്തിലേക്കെത്താൻ ഇങ്ങനെ കളിച്ചാൽ മതിയോ? ക്രൊയേഷ്യ നോക്കൌട്ടിൽ പോർച്ചുഗലിനെ വിറപ്പിക്കുമോ? പരിശോധിക്കാം. വലിയ താരനിരയുണ്ടായിട്ടും ടീം കെമിസ്ട്രിയിലെ പോരായ്മയാണ് പോർച്ചുഗൽ നേരിടുന്ന പ്രധാന പ്രശ്നം. ആദ്യ മത്സരത്തിൽ ദുർബലരെന്ന് കരുതപ്പെട്ട കോങ്കോയോട് സമനില വഴങ്ങിയപ്പോൾ തന്നെ ടീം തന്ത്രങ്ങളിലെ പാളിച്ചകൾ പുറത്തു വന്നു. ഉസ്ബെക്കിസ്ഥാനെതിരെ വലിയ വിജയം സ്വന്തമാക്കിയെങ്കിലും കൊളംബിയക്കെതിരായ മത്സരത്തിൽ ടീം കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെട്ടു. റോബർട്ടോ മാർട്ടിൻസിന്റെ തന്ത്രങ്ങളിലെ ഏറ്റവും വലിയ പോരായ്മയായി കാണുന്നത് മധ്യനിരയും മുന്നേറ്റ നിരയും തമ്മിലുള്ള ഒത്തിണക്കമില്ലായ്മയാണ്. ബ്രൂണോ ഫെർണാണ്ടസ്, വിറ്റിന തുടങ്ങിയ ലോകോത്തര താരങ്ങൾ ഉണ്ടായിട്ടും കൃത്യമായ അസിസ്റ്റ് നൽകാൻ സാധിക്കുന്നില്ല. പന്ത് കൈവശം വെക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അതെല്ലാം സൈഡ് പാസ് മാത്രമായി ഒതുങ്ങിപ്പോവുകയാണ്. എതിർ ടീമുകളുടെ ഹൈ പ്രസിംഗിന് മുന്നിൽ പോർച്ചുഗീസ് താരങ്ങൾ പതറുന്ന കാഴ്ചയാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഉടനീളം കണ്ടത്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സാന്നിധ്യം ടീമിന് കരുത്താണെങ്കിലും കടുത്ത പ്രതിരോധമുള്ള ടീമുകൾക്കെതിരെ സൂപ്പർ താരത്തിന് കാര്യമായ ചലനമുണ്ടാക്കാൻ കഴിയുന്നില്ല. പ്രതിരോധ നിരയിലെ അച്ചടക്കമില്ലായ്മയാണ് മറ്റൊരു ഭീഷണി. ജാവോ കാൻസിലോ, ന്യൂനോ മെൻഡിസ് തുടങ്ങിയ താരങ്ങൾ ഹൈലൈൻ കളിക്കുന്നത് മൂലം വിങ്ങുകളിൽ വലിയ വിടവുകൾ തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എതിർ ടീമുകളുടെ കൗണ്ടർ അറ്റാക്ക് പ്രതിരോധിക്കുന്നതിൽ ടീം പരാജയപ്പെടുന്നത് മറ്റൊരു വെല്ലുവിളിയാണ്. മറുവശത്ത് എന്തിനും പോന്ന സംഘവുമായാണ് മോഡ്രിച്ചും ടീമും വരുന്നത്. ലുക്കാ മോഡ്രിച്ചും കൊവാസിച്ചും ചേരുന്ന സഖ്യം കളം പിടിച്ചാൽ പോർച്ചുഗലിന് കാര്യങ്ങൾ എളുപ്പമാകില്ല. പരിചയസമ്പന്നരായ ക്രൊയേഷ്യൻ പ്രതിരോധ നിരയെ പോർച്ചുഗൽ മുന്നേറ്റ നിര എങ്ങനെ മറികടക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. സെറ്റ് പീസുകളിൽ നിന്ന് ഗോൾ നേടാൻ മിടുക്കരായ ക്രൊയേഷ്യൻ താരങ്ങൾ പോർച്ചുഗീസ് ബോക്സിനുള്ളിൽ വലിയ ഭീഷണി ഉയർത്താനും സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ ടാക്ടിക്സിലടക്കം വലിയ മാറ്റങ്ങൾ മാർട്ടിനസ് വരുത്തിയില്ലെങ്കിൽ പ്രീ ക്വാർട്ടർ പോലും കടക്കാതെ പോർച്ചുഗലിന് കണ്ണീരോടെ മടങ്ങേണ്ടി വരും.